വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ RRB IBPSന്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. RRB അല്ല, IBPS ക്ലർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് റീസണിങ് സെക്ഷൻസ് ആണ് നോക്കേണ്ടത്. റീസണിങ് സെക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. റീസണിങ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്താണ്? How many meaningful four-letter words not ending with F can be made with the alphabets N, R, E, F, each being used only once in each word എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം N-ഉം ഉണ്ട്, R-ഉം ഉണ്ട്, E ഉണ്ട്, F ഉണ്ട്. F ലാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള എത്ര മീനിങ് വേർഡ് ഉണ്ടാക്കാം എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം FERN, ഫോൺ എന്നൊരു വാക്ക് ഉണ്ടാക്കാം. അപ്പം ആ ഒരു വാക്ക് മാത്രമേ പറ്റത്തുള്ളൂ. only one വേർഡ് ആണ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. Study the following information and answer the questions given. 8 candidates have exam. 5th and 20th of 4 months. 4 months. Among എന്താണ്? മാർച്ച്, മെയ്, ജൂൺ ആൻഡ് ജൂലൈ. and 20th of 4 months എന്ന് തന്നിട്ടുണ്ട്. എത്ര പേരാണുള്ളത്? 8 കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പം മാർച്ച്, മെയ്, ജൂൺ, ജൂലൈ ഏതൊക്കെ ദിവസങ്ങളുണ്ട്? 5 ഉണ്ട്, 20 ഉണ്ട്, 5 ഉണ്ട്, 20 ഉണ്ട്, 5 ഉണ്ട്, 20 ഉണ്ട്, 5 ഉണ്ട്, 20 ഉണ്ട്. അപ്പം 8 കാൻഡിഡേറ്റ്സ് ഉണ്ട്. H എന്ന് പറയുന്നത് വൺ ഓഫ് ദ കാൻഡിഡേറ്റ് ആണ്. 2 കാൻഡിഡേറ്റ് ഹാവ് എക്സാം ബിറ്റ്വീൻ A and B. എക്കും ബിക്കും ഇടയിൽ, എക്കും ബിക്കും എക്സാം ബിറ്റ്വീൻ A and B. എക്കും ബിക്കും ഇടയിൽ എ ഉണ്ട്, ബി ഉണ്ട്. എക്കും ബിക്കും ഇടയിൽ 2 പേർക്ക് എക്സാം ഉണ്ട്. സി ഹാസ് എക്സാം ഓൺ 20th May. സിയുടെ എക്സാം എന്നാ നമുക്ക് കിട്ടി? 20th May. ആൻഡ് ഇമ്മീഡിയറ്റ് ബിഫോർ എ. ഇതെന്ന് പറയുന്നത് എക്ക് ഇമ്മീഡിയറ്റ് ബിഫോർ ആണ് എന്നും കിട്ടി. ഇനി നമുക്ക് എക്കും ബിക്കും ഇടയിൽ 2 പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്കത് ബി ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഇവിടെ 2 പേര് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം അല്ലെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സി ഹാസ് എക്സാം ഓൺ 20th May. സിക്ക് എന്നാണ് എക്സാം? 20th Mayയിലാണ് അല്ലെ. 20th Mayയിലാണ് സിക്ക് എക്സാം. അപ്പൊ അത് നമ്മൾ എഴുതി. May and immediate before A. His exam is immediately after D's exam. ഈയുടെ എക്സാം ഡി കഴിഞ്ഞിട്ടാണ്. ഇ എന്ന് പറയുന്നത് ഡി കഴിഞ്ഞിട്ടാണ് വരുന്നത്. F's exam is immediately after G. ജി കഴിഞ്ഞിട്ട് എഫ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് നോട്ട് ഇൻ ദ സെയിം മന്ത്. ഒരേ മാസമല്ല. ടി ഹാസ് എക്സാം ഇൻ ദ മന്ത് വിച്ച് ഹാസ് 30 days. ഡിക്ക് 30 days ഉള്ള ദിവസമാണ്. മാർച്ച് 31 ഉണ്ട്, ജൂൺ 30 അല്ല ഉള്ളു, ജൂലൈ 31. അപ്പൊ ജൂണിലാണ് എന്തിനുള്ളത്? ജൂണിനാണ് ഡി ഹാസ് എക്സാം. ജൂണിലാണ് ഡിക്കുള്ളത്. മനസ്സിലായി? ജൂൺ 20 ഡി ഇവിടെ കിട്ടി. ഡി കഴിഞ്ഞ് തൊട്ടടുത്ത് ആരാന്ന് പറഞ്ഞ ഈ ഹാസ് എക്സ്. ഈ ഇവിടെയാണല്ലോ, ഇതും കിട്ടി. എഫിന്റെ എക്സാം ആഫ്റ്റർ ജിസ് എക്സാം ബട്ട് നോട്ട് ദ സെയിം എന്നതാണ്. എഫ് സി ഇങ്ങനെ എഴുതാലോ. നമുക്ക് നമ്മൾ നേരത്തെ എഴുതിയത് വെച്ച് ഇ എയും പോവും. അപ്പൊ നമുക്ക് ഏതൊക്കെ ദിവസമായി?
എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്, ജി ഉണ്ട്. എച്ച് എല്ലാം ഉള്ള എഴുതാനുള്ളത്. എച്ചിന്റെ എക്സാം കൂടെ എഴുതാം. ഹൂ ഹാസ് ദ എക്സാം 5th ജൂലൈ? 5th ജൂലൈയിൽ എക്സാം ഉള്ള ആരാണ്? നമ്മൾ എഴുതിയത് പ്രകാരം ആർക്കാണ് 5th ജൂലൈയിൽ എക്സാം ഉള്ളത്? 5th ജൂലൈയിൽ എക്സാം വരുന്നത് ആർക്കാണെന്ന് ഓപ്ഷനിൽ നോക്കാം. ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 5th ജൂലൈയില് ഇക്കാണ് എക്സാം വരുന്നത്. 5th ജൂലൈയില് ഇക്കാണ് എക്സാം വരുന്നത് എന്ന് മനസ്സിലായി. അപ്പം ഇതിന്റെ ഫോളോവിങ് ആയിട്ടുള്ള നമുക്ക് അടുത്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ മെനി പേഴ്സൺസ് ഹാവ് എക്സാം ആഫ്റ്റർ സി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി പേഴ്സൺ ഹാവ് ആഫ്റ്റർ സീസ് എക്സാം? സീസ് എക്സാം കഴിഞ്ഞിട്ട് എത്ര പേർക്ക് ഉണ്ട്? അപ്പൊ നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്ക് എങ്ങനെ കിട്ടും? ഓപ്ഷൻ 2, ഹൗ മെനി പേഴ്സൺസ് ഹാവ് എക്സാം ആഫ്റ്റർ സി. സിക്ക് ശേഷം എത്ര കിട്ടും? 4 പേരാണുള്ളത്. അതിന്റെ ഓർഡർ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. എച്ച്, ജി, എഫ്, സി, എ, ഡി, ഇ, ബി ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പം സിക്ക് ശേഷം എത്ര പേരുണ്ട്? 4 പേരാണ് ഉള്ളത്. അടുത്ത് നോക്കിയാലോ? ഫൈൻഡ് ഓഡ് വൺ. എച്ച് ഉണ്ട്, ജി ഉണ്ട്, ഇ, എഫ് ഇങ്ങനെയൊക്കെയാണ് ഓഡ് വൺ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. എച്ച്, ജി, ഇ, എഫ്. എച്ചും ജിയും ഇയും എഫ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ജി ആ കിട്ടുന്നത്. ബാക്കി എല്ലാവരും ഒരു 5-ാം തീയതിയാണ്. എല്ലാവരും 5-ാം തീയതി. ജി മാത്രം ഏതാണ്? 20-ാം തീയതിയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനകത്ത് ഓഡ് വൺ എന്ന് പറയുന്നത് ജി ആണെന്ന് പറയാനായിട്ട് പറ്റും. അടുത്ത് how many person have exam between H and the one who has exam on 5th July? അപ്പം എച്ചിനും 5 ജൂലൈക്ക് എക്സാം ഉള്ള ആൾക്കും ഇടയിൽ എത്ര പേരുണ്ട്? എച്ചിനും 5th ജൂലൈക്ക് ഇടയിൽ എക്സാം ഉള്ള എത്ര പേരുണ്ട്? അപ്പം 1, 2, 3, 4, 5 പേര്. 5 ഓപ്ഷൻ 1 5 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ നിങ്ങൾ എഴുതിയ ഓർഡർ എടുത്ത് വെച്ചിട്ട് നമുക്ക് അപ്പൊ അതും പ്രകാരം നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ഓർഡർ ഇങ്ങനെയായിരുന്നു. നമ്മുടെ ഓർഡർ എന്ന് വെച്ചാൽ ഇങ്ങനെയായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് മാർച്ച് ഉണ്ട്, ഇത് മാർച്ച്, ഇത് മെയ്, കഴിഞ്ഞിട്ട് ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്. ഇങ്ങനെയാണല്ലോ ഉള്ളത്. അപ്പൊ മാർച്ച് 5 ഉണ്ട്, 20 ഉണ്ട്. ഇതോ 5 ഉണ്ട്, 5 ഉണ്ട്, 20 ഉണ്ട്. ഇത് 5 ഉണ്ട്, 20, 5 ഉണ്ട്, 20 ഉണ്ട്. അപ്പം ഇ, ബി, ഇത് എ, ഡി, ഇത് ഇവിടെ വരുന്നത് ജിയും എഫും ഇങ്ങനെയാണല്ലോ ഓർഡർ. അപ്പം എച്ച് എന്ന് പറയുന്നത് നമുക്ക് എച്ച് ആദ്യം കിടക്കുന്നത്, ജി ഇവിടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയില് വരുമ്പോഴത്തേക്കും ഓക്കെ ഇവിടെ എഫ് വരും, ഇവിടെ വരുന്നത് സി ഇങ്ങനെയാണ് പോണത്. അപ്പൊ എച്ചിനും ജൂലൈ 5-നും ഇടയ്ക്ക് 1, 2, 3, 4, 5 ഓപ്ഷൻ 1 5 എന്നുള്ളൊരു ആൻസറിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? എത്താനായിട്ട് പറ്റുന്നത്. ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് ആസ് എക്സാം ഓൺ ഡാഷ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് നോക്കാനായിട്ടുള്ളത് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും മാച്ചിങ് ആയിട്ടുള്ള ഇത് നോക്കിയെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം H20 ജൂൺ. H20 ജൂൺ ആണോ? അല്ല. എന്ന് പറയുന്നത് എക്സാം മാർച്ച് 5 ഈ 5 മാർച്ച് ആണോ? അതും തെറ്റ്. ഇനി A20 ജൂലൈ ആണോ തന്നിരിക്കുന്നത്? അല്ല, ജൂൺ 5 എയുടെ. F5 ജൂൺ ആണോ? അതും തെറ്റ്. പിന്നീട് 20 ജൂൺ. ഇത് 5 ഡി എന്ന് പറയുന്നത് 20 ജൂൺ. അത് ശരിയാണ്. അപ്പൊ നമുക്ക് എന്താണ് ശരി? ഓപ്ഷൻ 5 ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അത് ശരി കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റഡി ദ ഫോളോയിങ് അറേഞ്ച്മെന്റ് ആൻഡ് ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. In the given arrangement, how many alphabets are there which are immediately preceded by a symbol? ഒരു സിമ്പിൾ പ്രിസീഡ് ചെയ്ത് വരുന്നതാണ്. എത്ര എണ്ണം ഉണ്ടെന്ന്? 1 ഒരു സിമ്പിളിനെ പ്രിസീഡ് ചെയ്ത് വരുന്നു. ഇത് 2 പ്രിസീഡഡ് ബൈ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞു വരുന്നതാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. ഇപ്പൊ നമുക്കിവിടെ 1 കിട്ടുന്നുണ്ട്, 2 കിട്ടുന്നുണ്ട്, 3 കിട്ടുന്നുണ്ട്, E and ഇത് B and hash, P and അടുത്തത് F ഡോളർ. ഇപ്പൊ 3, 3, 6, 1, 7 എണ്ണം കിട്ടുന്നുണ്ട് ആൻസർ. ആൻസർ ആയിട്ട് വരുന്ന ഇവിടെ 7 ആണ്. 7. ഓപ്ഷൻ 5ലാണ് 7 കൊടുത്തിരിക്കുന്നത്. How many symbol are there? How many symbols are there which are immediately preceded by a vowel? വവ്വലിനെ പ്രിസീഡ് ചെയ്ത് വരുന്ന ഏതൊക്കെയാണ്? 1, എത്ര എണ്ണം ഉണ്ട്? നമുക്ക് ഇവിടെ ഒരെണ്ണം കിട്ടുന്നുണ്ട് അല്ലേ? 1, 2 രണ്ടെണ്ണമാണ് ഇവിടെ കിട്ടുന്നത്. ഈ ആൻഡ് എന്നുള്ളതും പിന്നീട് ഇതും പെർസെൻറ്റേജ് 2 ആൻസർ ആയിട്ട് വരുന്നത്. If you drop all the symbols from the above arrangement, then which is the 7th element from the left hand? നമ്മൾ ഇവിടെ നിന്ന് ഏതെല്ലാം എന്തിനെയാണ് കളയേണ്ടത്? സിമ്പിൾസിനെ എല്ലാം എടുത്ത് കളയണം. സിമ്പിൾസിനെ എല്ലാം എടുത്ത് കളയുക. അപ്പം BMINE GPF XRADQ എന്നൊരു 7th ഫ്രം ദ ലെഫ്റ്റ്. 1, 2, 3, 4, 5, 6, 7. P ആണ് ആൻസർ ആയിട്ട് വരുന്നത്. P ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 4th element ഫ്രം ദ റൈറ്റ് ഹാൻഡ് ആൻഡ് E. ഫോർത്ത് എലമെന്റ് ഫ്രം ദ റൈറ്റ് ഹാൻഡ് എന്ന് പറയുമ്പം 1, 2, 3, 4. അതിനും ഈക്കും ഇടയിൽ 1, 1,
1 2 3 4 5 6 7 8 9 10 11 12 12 എണ്ണം. How many person go between C and D? സിക്കും ഡിയിലും ഇടയിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് വരെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിലൂടെ നോക്കാം.